തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന് നേരെ വിമർശനവുമായി സുപ്രീം കോടതി. ലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് കലർന്ന നെയ്യ് ഉപയോഗിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടും കയ്യിലില്ല എന്നിരിക്കെ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട കാര്യം എന്തായിരുന്നുവെന്നാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കാൻ അനുവദിക്കില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിവാദ വിഷയത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പരസ്യ പ്രസ്താവനകളെ കോടതി വിമർശിച്ചു. ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന മുഖ്യമന്ത്രി ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കെ അതിന്റെ റിപ്പോർട്ട് വരുന്നതിനു മുൻപേ അത് സ്ഥിരീകരിച്ചുള്ള പ്രസ്താവനകൾ നടത്തേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നുവെന്നും കോടതി ചോദിക്കുന്നുണ്ട്. ലഡു ഉണ്ടാക്കാൻ മൃഗക്കൊഴുപ്പ് അടങ്ങിയ നെയ്യ് ഉപയോഗിച്ചുവെന്നതിന് തെളിവില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജികൾ പരിഗണിച്ചത്. മുതിർന്ന BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി, രാജ്യസഭാ MPയും മുൻ TTD ചെയർമാനുമായ YV സുബ്ബറെഡ്ഡി, ചരിത്രകാരനായ വിക്രം സമ്പത്ത് എന്നിവരായിരുന്നു ഹർജി നൽകിയത്. നെയ്യ് അശുദ്ധമായി എന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവില്ലെന്നും അഥവാ അത് അശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അവ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നതിനും സ്ഥിരീകരണമില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. സംഭവത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പരിശോധന നടത്തിയ ലാബ് റിപ്പോർട്ട് ഫാൾസ് പോസിറ്റീവ് ആണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരിശോധനയ്ക്ക് വിധേയമാക്കിയ നെയ്യ് നിരസിച്ച സാമ്പിൾ ആണെന്നാണ് ലാബ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് ആന്ധ്ര സർക്കാരിന്റെ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര കോടതി പറഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നെയ്യാണോ ലഡു ഉണ്ടാകാൻ ഉപയോഗിച്ചതെന്ന് സിദ്ധാർത്ഥ ലൂത്രയോട് ജസ്റ്റിസ് BR ഗവായ് ചോദിച്ചു. ഇത് അന്വേഷണത്തിലാണെന്നായിരുന്നു ലൂത്രയുടെ മറുപടി. ഇതോടെയാണ് പിന്നെന്തിനാണ് നിങ്ങൾ ഇത്തരം ഒരു നിഗമനത്തിലും സ്ഥിരീകരണത്തിലും എത്തിയത് എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. മതവികാരം മാനിക്കണമെന്നും ജസ്റ്റിസ് ഗവായ് പറഞ്ഞു. മലിനമായ നെയ്യാണ് പ്രസാദമുണ്ടാക്കാൻ ഉപയോഗിച്ചതെന്നതിന് തെളിവും സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറുന്ന കാര്യം പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനമെന്നാണ് വിവരം. പ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമാണ് ലഡു. ഇതിൽ മൃഗക്കൊഴുപ്പ് ചേർക്കുന്നു എന്ന ആരോപണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. തിരുപ്പതിയിൽ പ്രതിദിനം 1500 കിലോഗ്രാം നെയ്യും കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്ക, ചെറുപയർ, പഞ്ചസാര എന്നിവയും ഉപയോഗിച്ച് ഏകദേശം 3 ലക്ഷം ലഡുകളാണ് നിർമ്മിക്കുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലുള്ള ഒരു വിതരണക്കാരനിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള നെയ്യ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. അതേസമയം തിരുപ്പതി ലഡു പ്രസാദത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സെപ്റ്റംബർ 20-ന് തന്റെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ആരാധനാമൂർത്തിയാണ് ബാലാജി. ഈ പ്രശ്നം എല്ലാ ഭക്തരെയും വേദനിപ്പിക്കും. അത് സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ ലഡു പ്രസാദത്തിന്റെ നിർമ്മാണത്തിൽ നിലവാരമില്ലാത്ത ചേരുവകൾ അനുവദിച്ചു എന്നാരോപിച്ച് അവിഭക്ത വിശാഖപട്ടണം ജില്ലയിലെ ദേശീയ ജനാധിപത്യ സഖ്യം മുൻ YSRCP സർക്കാരിനെ വിമർശിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ വിശാഖപട്ടണം MP M ഭരത് മുൻ YSRCP സർക്കാരിനെ വിമർശിക്കുകയും ലാബ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും പറഞ്ഞിരുന്നു. മുൻ സർക്കാരിന്റെ ആരോപണ വിധേയമായ പ്രവർത്തനം രാജ്യത്തുടനീളമുള്ള ഹിന്ദുക്കളെ വേദനിപ്പിച്ചെന്നും ഇപ്പോൾ ഈ വിഷയം ദേശീയ വിവാദമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. YSRCP സർക്കാർ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു. YSRCP സർക്കാരിന്റെ കാലത്ത് 2019-നും 2024-നും ഇടയിൽ ആന്ധ്രാപ്രദേശിൽ ഹിന്ദുക്കൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചതായി അദ്ദേഹം ആരോപിച്ചിരുന്നു. ഏതായാലും കോടതിയുടെ വാദം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ.